അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴ് ഞാന് എന്റെ ഒരു 12, 13 വയസ്സ് 14 വയസ്സൊക്കെ പ്രായമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 17, 16, 17 വയസ്സുള്ള ഒരു ആൺകുട്ടി. ഈ ആൺകുട്ടി ചെക്കൻ നല്ല വെള്ള ഉടുപ്പിട്ടിട്ട് തലമുടിയായിട്ട് നീല കണ്ണുകളൊക്കെ ആയിട്ട് ഒരു ചുള്ളൻ ചെക്കൻ എന്ന് പറയില്ലേ നമ്മള്, അതുപോലത്തെ എന്റെ പ്രായത്തിനനുസരിച്ച് ഉള്ള ഒരു ആളായിട്ട് കാണിച്ചു തന്നു. അങ്ങനെ ഇതെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എന്നെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ എന്തെന്നാ പറയാ അതിന്റെ മുഖത്തുനിന്ന് വരുന്നത് സന്തോഷം, അതിന്റെ കണ്ണ്, അതിന്റെ ചിരി, എനിക്കത് പറയുമ്പോ തന്നെ എന്നെ നോക്കി ചിരിക്കുക. എന്തെന്നാ പറയാന്നറിയില്ല, നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അതെ, ആ ഒരു നോട്ടം, ആ ഒരു സ്നേഹം മുഖത്തുനിന്ന് വരുന്നതുണ്ടല്ലോ, അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു പുഴയെന്നൊക്കെ വെള്ളം കഴിക്കുമ്പോഴേ കോരി എടുക്കാന്ന് പറയില്ലേ, കോരി എടുത്ത് കുടിക്കാന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ ഒഴുകണ് സ്നേഹം, കാരുണ്യം, എന്തെന്നാ പറയാ അത്. എന്നിട്ട് ഇങ്ങനെ നമ്മളെ നോക്കി ചിരിക്കും. എന്നിട്ട് ഈ ചെക്കൻ ഇങ്ങനെ, ഞാൻ പ്രാർത്ഥിക്കായിരിക്കും, ഇത് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് പറയും. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഇതിങ്ങനെ നോക്കിയിരിക്കന്നെ, എന്നോട് സംസാരിക്കൊന്നുമില്ല, ഇതിങ്ങനെ നോക്കിയിരിക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന എന്നിട്ട് ഭയങ്കര കൂട്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഈ ഈ പയ്യനില്ലാണ്ട് എനിക്ക് ഒരു ജീവിതം ഇല്ലാത്ത പോലെ. ഞാൻ ഇവന് ഭയങ്കര സ്നേഹം, പ്രണയത്തെക്കാൾ അഗാധമായ സ്നേഹം എന്നൊക്കെ പറയാം. എന്നിട്ട് എന്നിട്ട് ഇവന്റെ കൂടെ ഇനി നടക്കാം എപ്പോഴും. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പ്രാവാണ്, അല്ലെങ്കിൽ ജലം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാനൊരു ദിവസം പരിശുദ്ധാത്മാവെ, അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ പ്രാവിന്റെ രൂപത്തിലൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ഇവനായിട്ട് ഞാൻ കൂട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇവനായിരുന്നു. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരു ദിവസം ഭയങ്കര ചിരി. അപ്പൊ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ പറയുന്നേ, അവ ഈശോണ് എന്നോട് പറഞ്ഞത്, നീ അന്വേഷിക്കുന്ന പരിശുദ്ധാത്മാവ് ആരെന്നറിയോ? അവനാണ് നിന്റെ കൂടെ നടക്കുന്ന സഹായകൻ. എന്റെ കൂടെ നടക്കുന്ന സഹായകനാണ് എന്റെ പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഈശോട് എനിക്ക് എന്റെ കൈ കൊണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെ കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതിന് നീ ആഗ്രഹിക്കുന്ന, അല്ലെ നീ തേടുന്ന, നീ വിളിക്കുന്ന ഇതിന് പരിശുദ്ധാത്മാന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ശരിക്കും യേശുവിനെ പോലെ, പിതാവിനെ പോലെ ഒരാളെന്ന്. അതുവരെ ഞാൻ പ്രാവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് ശരിക്കും ഒരാളാണ്, നമ്മളെ പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സത്യം പോകുമ്പോ നമുക്ക് പോവാനായിട്ട് അവന്റെ കൂടെ നടക്കും. ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ പ്രായത്തിലൊക്കെ നമുക്ക് ചെക്കന്മാരോടൊക്കെ പ്രണയമൊക്കെ തോന്നണ പ്രായം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്റെ മനസ്സില്. അങ്ങനെയൊന്നും അങ്ങനെ ഒരു വിചാരമൊന്നും ഇല്ല. ഞാൻ ഇവന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കൂട്ടുകൂടി നടക്കും. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴ് എന്റെ ഇടവക, ഞാൻ ആ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പൊ എന്റെ ഇടവകയിൽ ഒരു വൈദികൻ വന്നു. അപ്പൊ ആ വൈദികൻ ഒരു മഠാധിപതിനി, മഠത്തിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സഭയിലെ മഠാധിപതിനി. അത് ഞങ്ങളുടെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ അവിടെ ഇല്ല. അപ്പൊ പകരം വന്നതിന് ഈ അച്ഛൻ. അങ്ങനെ ഇരിക്കുമ്പോ ഈ അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോ ഈ അച്ഛനോട് ദൈവം പറഞ്ഞു, ഈ അച്ഛന് ഇങ്ങനെ ഡെലിവറൻസ്, അതുപോലെ ധ്യാനം, അങ്ങനെയൊക്കെ നടത്തുന്ന ധ്യാനഗുരുണേ. അങ്ങനെ ഒരു ദിവസം ഈ അച്ഛൻ പറഞ്ഞു, അച്ഛനും മോളും ഈ അച്ഛനെ കാണാൻ വന്നുത്രേ, ഹിന്ദുക്കളെ. അങ്ങനെ കാണാൻ വന്നപ്പോ അപ്പൊ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ വരോ, അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരോ, എന്റെ മോൾക്ക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പെൺകുട്ടീന് ബാധ പോലെയൊക്കെ അങ്ങനെ ആയി ഭയങ്കര പ്രശ്നമായി, 13 വയസ്സോ 12 വയസ്സൊക്കെ ഉള്ള, ഞങ്ങളുടെ വീട്ടിലേക്ക് വരോന്ന് ചോദിച്ചു. ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാന്ന് ചോദിച്ചപ്പോ അച്ഛൻ പ്രാർത്ഥിച്ചു അത്ര. അച്ഛൻ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചപ്പോ ദൈവം പറഞ്ഞു അച്ഛനോട് എന്നെ വിടാന്, പേര് പറഞ്ഞു അത്ര. അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം കണ്ട്, നീ ഇപ്പൊ വരണം, ഇങ്ങനെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനും മോളും വന്നിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി നന്നായി പഠിക്കാൻ, നല്ല മിടുക്കത്തിന്, അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇപ്പം
ഭയങ്കര ഇവള് എപ്പോഴും ഊഞ്ഞാലിരുന്നാടാ. പിന്നെ അവള് വലിയ ആൾക്കാരെ പോലെ സംസാരിക്ക. ഭയങ്കര പ്രശ്നമൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ എന്നോട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം നിന്നെ വിടാൻ പറഞ്ഞ നിന്നോട്. നിന്റെ പേരാ പറഞ്ഞത്. നീ നിന്റെ അനിയത്തിനെയാണ് പറഞ്ഞത്. ഒന്ന് പോവാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോവാന്ന് പറഞ്ഞു. അതൊന്നും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ അച്ഛൻ അന്ന് പിറ്റേ ദിവസം പൊക്കോളാൻ പറഞ്ഞു. അച്ഛനെ കാണാൻ ചെന്ന അന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അന്ന് അച്ഛനെ രാവിലെ പോയി കണ്ടിട്ട് ഞങ്ങളൊരു ഉച്ചയായപ്പോ പോയി. ഒരു 4 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് പോകും. അവിടെ പോകുമ്പോ തന്നെ ഒരു കാട് പോലത്തെ സ്ഥലം, വനം പോലത്തെ. അങ്ങനെ അവിടെ പോയപ്പോ ഒരു പാടത്തിന്റെ വക്കത്ത് ഒരു ചെറിയ കുടില് പോലത്തെ വീട്. ഈ അച്ഛൻ അമ്മ അപ്പൊ അങ്ങനെ അവരിങ്ങനെ പറയാ ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ. ഈ പെൺകുട്ടിയുടെ പെട്ടെന്ന് തന്നെയുള്ള പെൺകുട്ടിയുടെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവരെ മൂർത്തികളൊക്കെ വെച്ചിട്ടുള്ള. നോക്കിയിരിക്കുക. എന്നിട്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയാ, ഓരോന്ന് പറയാ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെ വിഷമങ്ങളൊക്കെ കേട്ട് അപ്പൊ ഈ ചേച്ചി പറഞ്ഞു 2 പെൺകുട്ടികളല്ലേ ഇങ്ങനെയൊക്കെയല്ല മാളെ വിഷമത്തിലാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോ ഈ പെൺകുട്ടി ഞങ്ങൾ ചെല്ലുമ്പോ ഊഞ്ഞാലയിരുന്ന് ആടുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇവൾക്ക് എപ്പോഴും ഊഞ്ഞാലയിരുന്ന് ഇങ്ങനെ ദൂര സ്ഥലത്തേക്ക് എങ്ങടെയെങ്കിലും നോക്കി ഇരിക്കുക. അങ്ങനെ ഭയങ്കര ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഇത് സാധാരണ ഒരു കുഴപ്പമില്ലാത്ത നോർമൽ കുട്ടിയായിട്ട് ഊഞ്ഞാലിരുന്ന് ആടുന്നുണ്ട്. അപ്പൊ ഞാൻ കുട്ടിക്ക് ഓറഞ്ച് ആപ്പിൾ എന്തൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് സന്തോഷിച്ച്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത്, വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ദൈവമില്ലേ, ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാതും. ഈ മക്കളെ ഓർത്തൊന്നും വിഷമിക്കണ്ട, ദൈവമാണ് മക്കളെ തന്നത്. ഈ മക്കളെ ദൈവം തന്നെ സംരക്ഷിച്ചോളും. ചേച്ചി ദൈവത്തിൽ ആശ്രയിക്കും, നമുക്ക് മനുഷ്യരിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടക്കണത്, പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കണത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞേ നീ നിർത്ത്, നമുക്ക് ഇനി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എന്റെ കൂടെയുള്ള പയ്യൻ. അപ്പൊ ഞാന് സ്തുതിക്കാം. അപ്പൊ ഞാൻ ഭയങ്കര സ്തുതിപ്പ. അപ്പൊ എനിക്ക് ഒരു പ്രത്യേകത എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ പെരുവരലിന്റെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് ഭയങ്കര ചൂട് വരും. ഭയങ്കര ചൂട് വന്നിട്ട് ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥയിലാവും. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര അഭിഷേകം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അവൻ കൂടെ നടക്കണത്, അവൻ നമ്മളെ ചേർത്ത് പിടിക്കില്ല, അതുപോലത്തെ അനുഭവം. അപ്പൊ ഞാൻ ഭയങ്കര സ്തുതിച്ചു. ഞാൻ ഭയങ്കര സ്തുതിപ്പായിട്ട് അപ്പൊ ഇവർക്ക് സ്തുതിക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. ഞാൻ എന്റെ അനിയത്തി ഭയങ്കര സ്തുതിച്ചു. ഞങ്ങള് സ്തുതിച്ചപ്പോഴുണ്ടല്ലോ ഈ പെൺകുട്ടി അവിടെ ഒരു കുഴപ്പമില്ല, പെൺകുട്ടി ഉണ്ടല്ലോ വന്നിട്ട് നിർത്താനല്ലേ പറഞ്ഞിട്ട് ഇവള് കിടന്നിട്ട് ഭയങ്കര ഇളകി. ഇളകിയിട്ട് ആ ഫോട്ടോത്തിലേക്ക് നോക്കും. ഇവിടെ വന്ന് ഞങ്ങള് തുറിച്ചു നോക്കും. എന്നിട്ട് എന്നിട്ട് പറയുന്നേ നിർത്ത്, എനിക്ക് നിക്കാൻ പറ്റില്ല, തീ എനിക്ക് നിക്കാൻ പറ്റില്ല. അവൻ വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞേ നേരത്തെ പറഞ്ഞില്ലേ, അവൻ വന്നിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവിനെ പറയണത്. അവൻ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, അവൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് അവനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞത് നോക്കണ്ട, നമുക്ക് ഇതിനെ ഇപ്പൊ തന്നെ തകർത്ത് കളയണമെന്ന് പറഞ്ഞു. തകർത്ത് കളയണമെന്നിട്ട് ഞാൻ ചിരിച്ചോണ്ട് നല്ല. അപ്പൊ ഇതിനെ ഇളകി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനെന്തായാലും കർത്താവ് തകർത്ത് കളയും, പരിശുദ്ധാത്മാവ്. എന്നിട്ട് അങ്ങനെ സ്തുതിച്ച് ഭയങ്കര ഇതിങ്ങനെ ഇളകി. അപ്പൊ ഇവർക്കൊക്കെ പേടിയായി തുടങ്ങി, ഇപ്പൊ ഇളകുമെന്ന്. ഞാൻ പറഞ്ഞ അതൊന്നും നോക്കണ്ട, ദൈവം എന്തായാലും ഇതിന് തകർത്ത് കളയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തില് അപ്പൊ ഇതിന് നിക്കാൻ പറ്റില്ല. ഇവൻ പറഞ്ഞു അവൻ വന്നിട്ടുണ്ട് നിർത്തി, അവൾക്ക് നിക്കാൻ പറ്റില്ല, ചൂട് എടുക്കുന്ന തീയീന്ന് ഇവിടെ മുഴുവൻ തീയീന്ന് ഇവിടെ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിട്ട് അവള് ഓടാ കിടന്നിട്ട് ഇങ്ങനെ തറയിലൊക്കെ കിടന്നിട്ട് അവള് കൈയും കാലിട്ട് അടിക്കല് ഭയങ്കര ബഹളം. ആ നേരത്താ എനിക്ക് ഒരു ഫോൺ വന്നു ബ്രദറെ. ഫോൺ വന്നിട്ട് ഭയങ്കര വിളി. ഞാൻ എടുക്കണില്ല കേട്ടാ, വീണ്ടും വിളിക്കണ. അപ്പൊ ഞാന് നോക്കിയപ്പോ അച്ഛന്റെ കോളാ. ദൈവമേ, ഞാൻ കോൾ എടുത്തു. അപ്പൊ ആ സമയത്ത് അച്ഛൻ പറഞ്ഞേ സമയം എത്രയായിന്നറിയോന്ന് ചോദിച്ചു. അപ്പൊ സമയം
ഒരു 5:30 6 മണി അങ്ങനെയായി പറഞ്ഞു. എത്ര നേരം നീ ഇപ്പൊ നിർത്ത്. അപ്പൊ ഞാൻ പറയാം അച്ഛ നിർത്താൻ പറ്റില്ലേ ഭയങ്കര ഇതിനാണ് ഇപ്പൊ നിക്കണത്. ഇതിപ്പോ നിർത്താൻ പറ്റില്ല അച്ഛാ ഇത് മുഴുവനാക്കട്ടെ എന്ന് പറഞ്ഞു. ഉം, അച്ഛൻ പറഞ്ഞു വേണ്ട നിർത്താം സ്റ്റോപ്പ് ചെയ്യാൻ ഞാനല്ല പറയുന്നതെന്ന് ചോദിച്ചു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉം, അച്ഛൻ പറഞ്ഞത് പിന്നെ നമ്മള് വിട്ട് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ എത്ര ഇതായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ ഇതിപ്പോ ഇതിനെ ഇവിടെ വെച്ച് തകർത്ത് കളയണം അച്ഛാ. ഇത് ഭയങ്കരമായിട്ട് ഇളകി ഇപ്പൊ ഇതായി നിൽക്കുന്നു. ഉം, അച്ഛൻ വേണ്ട നീ വേഗം അവിടെ നിന്ന് ഇങ്ങട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു അവിടെ വെച്ച് നിർത്തി. അപ്പൊ തന്നെ നിർത്തി. അച്ഛൻ പറഞ്ഞു പോരാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ച് നിർത്തി പോന്നു. അപ്പൊ ഈ സാധനം കിടന്നിട്ട് ഇങ്ങനെ നിർത്തിയപ്പോ ഇനി ഭയങ്കര സമാധാനായി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് പോന്നു. ഞാൻ പറഞ്ഞ അച്ഛന്റെ അടുത്ത് വന്നിട്ട് അച്ഛാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി. ഉം, അപ്പൊ അച്ഛൻ പറയുന്ന എന്നോടേ ഉം, ഞാന് നിന്നെ എന്നിട്ട് എന്നെ പരീക്ഷിക്കാനാണ് അച്ഛൻ അങ്ങനെ വിട്ടേന്ന് എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു, അപ്പൊ നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലേ എന്ന് എനിക്ക് നല്ല ബോധ്യായി.